തന്ത്രി കണ്ഠരര് രാജീവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ ഒരു കളവും ശബരിമലയിൽ നടക്കില്ലെന്നും കാലാകാലങ്ങളായി പല ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടും പല ദേവസ്വം ബോർഡുകൾ തന്നെ മാറി വന്നിട്ടും അവിടെ കളവ് നടക്കുന്നുണ്ടെങ്കിൽ ആ കളവുകളുടെ എല്ലാം വലിയൊരു മുഖ്യ പങ്കാളി എന്ന് പറയുന്നത് തന്ത്രി ആയിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ തന്നെ തന്ത്രി കണ്ഠരര് രാജീവർ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ടെലിവിഷൻ ചാനലിലെ ചില ചർച്ചകളിലെല്ലാം തന്നെ മധു മണിമല എന്ന് പറയുന്ന ശബരിമലയുമായി വളരെ ബന്ധമുള്ള ഒരാൾ വന്നിരുന്ന് വളരെ കൃത്യമായി ഈ പറയുന്ന കണ്ഠരര് രാജീവർക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ ദൗർബല്യങ്ങളിൽ ഇദ്ദേഹം വീണുപോയതാകാം എന്നുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ മറ്റാരും മറുപടി പറഞ്ഞില്ല. ആകെ സ്വന്തം അമ്മാവനായതുകൊണ്ട് രാഹുൽ ഈശ്വർ മാത്രമാണ് വന്നിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇദ്ദേഹം വളരെ നിഷ്കളങ്കനാണ്, പരിപാവനമായിട്ടുള്ള ഒരാളാണ്, ഞാനുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഇദ്ദേഹം ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കണ്ഠരര് രാജീവർ അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 2000 രൂപയിൽ താഴെയായിരുന്നു പ്രതിദിനം എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർക്കണം. അങ്ങനെയുള്ള കണ്ഠരര് രാജീവർ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുള്ളത് എന്നാണ് പല മാധ്യമങ്ങളുമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം അസറ്റുകൾ ഏതാണ്ട് 30 കോടി രൂപയിലധികം ഉണ്ടായിരുന്നു എന്നും ആ 30 കോടി രൂപയേക്കാൾ ഏതാണ്ട് 3 ഇരട്ടിയെങ്കിലും, അതായത് 100 കോടി രൂപയുടെ അടുത്തെങ്കിലും അസറ്റുകൾ ഈ പറയുന്ന ശബരിമല കണ്ഠരര് രാജീവർ തന്ത്രിക്കുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പണം വെറും പുല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കിട്ടിയിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലെ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം. ആ സ്ഥാപനം തകർന്നു പോയതൊക്കെ നിങ്ങളെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. തകർന്നു പോയത് അത് നടത്തിക്കൊണ്ടിരുന്ന ആളുടെ പേര് രാജു ജോർജ് എന്നാണ് അയാളുടെ പേരുള്ളത്. അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു മുമ്പത്തെ ട്രഷററായിരുന്നു. 2024 അദ്ദേഹം അറസ്റ്റിലാവുന്നത്. അത് എം രാജു എന്ന് പറയുന്ന അദ്ദേഹം അറസ്റ്റിലാവുമ്പോൾ 500 കോടി രൂപയിലധികം തട്ടിപ്പടുത്തിയിട്ടാണ് അദ്ദേഹം അറസ്റ്റിലാവുന്നത്. അപ്പോൾ അങ്ങനെ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റിലെ പത്തനംതിട്ടയിലെ ഈ പറയുന്ന നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റിൽ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പാവമായിട്ടുള്ള ഒന്നും അറിയാത്ത പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന നമ്മുടെ കണ്ഠരര് രാജീവർ ചെറിയൊരു എമൗണ്ട് നിക്ഷേപിച്ചിരുന്നു, വെറും 2.5 കോടി രൂപ. ആ 2.5 കോടി രൂപ നിക്ഷേപിച്ചതിന് ശേഷം അത് ആൻ്റണി പിൻവലിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ആൻ്റണി എങ്ങനെ പിൻവലിച്ചു എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. കാരണം ഒരാളുടെ പേരിലിട്ട പണം എങ്ങനെ ആൻ്റണി പിൻവലിക്കുമെന്ന് അത് സാധിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈ രാജു എന്ന് പറയുന്ന ഒരാളാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ മറ്റേ ആൾ എനിക്ക് വേണ്ടി പണം പിൻവലിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ്. കാരണം ഓണർ തീരുമാനിച്ചാൽ വേണമെങ്കിൽ അതൊക്കെ കൊടുക്കാൻ കഴിയും. എന്താണെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കണ്ഠരര് രാജീവർക്ക് ഒരു പരാതിയും ഉണ്ടായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് 250 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് പോയിട്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇന്നൊരു 5 ലക്ഷം പോട്ടെ, വേണ്ട 1 ലക്ഷം വേണ്ട, ഒരു 50,000 രൂപ വേണ്ട, ഒരു 5,000 രൂപ പോയാൽ എന്തോരം വിഷമമുണ്ടാവുമെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. എത്ര കാശുള്ള ആളാണെങ്കിൽ പോലും ഒരാൾ 5,000 രൂപ വെറുതെ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാത്തപ്പോഴാണ് പാവം വളരെ നിഷ്കളങ്കനായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന പോലെ കണ്ഠരര് രാജീവർ യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ട് 2.5 കോടി രൂപയല്ലേ, രാജു വലിയ കഷ്ടത്തിലായി പോയില്ലേ, അതുകൊണ്ട് പഴയ കേരള കോൺഗ്രസ് മാണിയുടെ ട്രഷററല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിട്ട് തരാത്തതായിരിക്കും, അദ്ദേഹം ജയിലിൽ കിടക്കുകയല്ലേ, ഇപ്പോൾ ചോദിച്ചു വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കുന്ന വലിയ മഹാമനസ്കത കൊണ്ട് ചോദിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മഹാമനസ്കത ഞാൻ കണ്ടത് കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിലാണ്. കാരണം കടകംപള്ളി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വൃത്തികെട്ടവനാണ് എന്നൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോഴും കടകംപള്ളി പറഞ്ഞ വലിയ മഹാമനസ്കതയുണ്ട്. ആ മഹാമനസ്കത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചതല്ലേ, അതുകൊണ്ട് ഞാനായിട്ട് അവരെ ഉപദ്രവിക്കാനില്ല, മാനനഷ്ട കേസും കൊടുക്കാനില്ല എന്നാണ്. അത് കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പഠിക്കേണ്ടതാണ്. കാരണം വെറുതെ അങ്ങനെ ഉപദ്രവിക്കാൻ പോകണ്ട എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ കാണിക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയുടെ ഗ്രൂപ്പുകളൊക്കെ വെച്ചുകൊണ്ടും മറ്റേ എഴുത്തുകാരെയൊക്കെ വെച്ചുകൊണ്ടും എന്ത് ചെയ്യരുത്, സ്വന്തം ഈ പറഞ്ഞ പോലെ സ്വയം വൃത്തികേട് കാണിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യരുത്, ഇരകളെ കൂടി അധിക്ഷേപിക്കാൻ വേണ്ടി വരരുത്. അപ്പോൾ അതിൽ വലിയ മാതൃകയാണ്. ഏതാണ്ട് അതുപോലെ തന്നെ ഒരു മാതൃകയാണ് ഈ പറയുന്ന നിങ്ങൾ അറിയേണ്ടത് ഈ നമ്മുടെ കണ്ഠരര് രാജീവരും കാണിച്ചിട്ടുള്ളത്. കൂടാതെ ഇദ്ദേഹത്തിന് ഏതാണ്ട് 100 കോടിയിൽ പരം വരുന്ന അസറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒന്നും തെളിവുകൾ ഇദ്ദേഹം SIT കൊടുക്കാൻ തയ്യാറാകുന്നില്ല. മറ്റു പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണെങ്കിൽ അത് തമിഴ്നാട്ടിലെ മദ്യനിർമ്മാണ കമ്പനികളിൽ വരെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ മദ്യവും മാംസവും ഒക്കെ നിഷിദ്ധമായിട്ടുള്ള കണ്ഠരര് രാജീവരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതിനു മുമ്പ് തന്നെ ഒരു സ്ത്രീയോട് അദ്ദേഹം 5,000 രൂപ മേടിച്ചിട്ട്, നിങ്ങളൊന്ന് ആലോചിക്കണം, വെറും 5,000 രൂപ മേടിച്ചിട്ട് കയറിക്കോ, അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് ശബരിമലയിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നതാണ്.
അപ്പോൾ അതൊക്കെ തന്നെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ SIT പോലും ഞെട്ടിക്കുന്ന ഇത്തരത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്തിയത്. കൂടാതെ SITയുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞപ്പോൾ പോലും ഈ 2.5 കോടി രൂപ അദ്ദേഹം എന്ത് ചെയ്തു, ഒളിച്ചു വെച്ചു. ഈ 2.5 കോടി രൂപ ഒളിച്ചു വെച്ചെങ്കിൽ എന്തായിരിക്കും, ഈ 2.5 കോടി രൂപയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാതി പോലും അദ്ദേഹം കൊടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് പോട്ടെ എന്ന് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് ഇത്ര വലിയ നിസ്സാരമായിട്ടുള്ള പണമായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ 2.5 കോടി രൂപ കട്ടെടുത്തെടുത്തും പോലും 2.5 കോടി രൂപ പോട്ടെ എന്ന് വിചാരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നിസ്സാരമായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങാനും ഇതിൻ്റെ പുറകെ എങ്ങാനും വലിയ കേസും പുലിവാലും ഒക്കെ ആയിട്ട് പോയി പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയാൽ ബാക്കി കയ്യിലിരിക്കുന്ന 25, 50, 100 കോടി പോകും എന്ന് പറയുന്ന ഒരു ടെൻഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ ഭേദം നമ്മുടെ 2.5 കോടി പോട്ടെ എന്നുള്ളതാണ്. അതൊരിക്കലും നേരായ വഴിക്ക് സമ്പാദിച്ചതല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ വിശാല മനസ്കത ഉണ്ടായിരിക്കണം. അതൊന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇല്ല എന്നുള്ളത് പ്രേക്ഷകരൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഇവർക്കൊന്നും യാതൊരു വിശ്വാസവുമില്ലാത്ത ഇവർ യഥാർത്ഥത്തിൽ, ഇനിയിപ്പോൾ ഞാൻ അതുപോലും പറയുന്നില്ല, രവിചന്ദ്രൻ്റെ അനുയായിയാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ പറയുന്നതിന് ഖേദിക്കുന്നു. കാരണം അദ്ദേഹം കുറേ കൂടി മാന്യനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിശ്വാസമില്ല, മതത്തിലൊന്നും വിശ്വാസമില്ല, മതങ്ങളൊക്കെ തന്നെ മോശമാണ്, ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇയാൾ അങ്ങനെ പോലുമല്ല. വളരെ ഈ പറയുന്ന പോലെ എന്താണ്, അഭിനേതാവായി വലിയ വിശ്വാസിയായി നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇത്രയും നാൾ തുടരുകയായിരുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമല്ല, താഴമൺ കുടുംബത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന കള്ളക്കഥകൾ, ഒന്ന് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരാണെന്ന് പറയുന്ന കള്ളക്കഥകൾ, അതുപോലെ തന്നെ പല നരേറ്റീവുകൾ, കൂടാതെ പരശുരാമൻ കൊണ്ടുവന്ന 2 കുടുംബങ്ങളാണെന്നുള്ള നരേറ്റീവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യണോ, ഇത്തരത്തിലുള്ള മണ്ടന്മാരെയും ഈ കള്ളന്മാരെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് തുടരണോ എന്നുള്ളത് ഓരോ ഹിന്ദു വിശ്വാസിയും എന്ത് ചെയ്യേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും അടിയന്തിരമായി ഈ താഴ്മൺ കുടുംബത്തിൻ്റെ തന്ത്രിസ്ഥാനം എടുത്തു കളയേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്.